സ്വപ്നക്കൂട് എന്ത് തീരുമാനം എടുക്കും ശേഖരേട്ടാ? രാത്രി കിടക്കാൻ നേരം സുമിത്ര ഭർത്താവിനെ നോക്കി. എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. ഗോപനുമായി മുഷിയേണ്ടെന്ന് കരുതിയാണ് ഞാൻ മോനെ അവിടേക്ക് അയച്ചത്. അതിപ്പോൾ ഇത്രയ്ക്ക് കുഴപ്പമാകുമെന്ന് ഞാൻ കണ്ടോ? അയാൾ തൻ്റെ നിസ്സഹായാവസ്ഥ ഭാര്യയോട് പറഞ്ഞു. 2 പെൺകുട്ടികളെ ഇറക്കി വിടേണ്ടതാണ്. അതും പോരാഞ്ഞ് ഇനി അവരുടെ പഠിപ്പ് ബാക്കി കൂടി കിടക്കുന്നു. എനിക്കാണെങ്കിൽ വയസ്സായി വരുവാണ്. ഒരു വാഴ പോലും ഇതുവരെ വൈശാഖ് നട്ടിട്ടില്ല. ഇനി അവനെയും കല്യാണം കഴിപ്പിച്ച് അവൻ്റെ ഭാര്യയും അവൻ്റെ കുഞ്ഞുങ്ങളെയും നോക്കാനുള്ള ശേഷി എനിക്കിപ്പോൾ ഇല്ലടോ. ശേഖരൻ പറയുന്നതല്ല ശരിയാണെന്ന് ഭാര്യയ്ക്ക് അറിയായിരുന്നു. വൈശാഖിനും അപ്പോഴച്ഛൻ പറഞ്ഞ കാര്യങ്ങളോർത്ത് കിടക്കുകയാണ്. സത്യമില്ല അച്ഛൻ പറഞ്ഞത്. അവളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നാൽ എങ്ങനെ അച്ഛൻ അവൾക്ക് കൂടിയുള്ള ചെലവ് നടത്തും? തനിക്കാണെങ്കിൽ 10 പൈസയുടെ വരുമാനമില്ല. അതുകൊണ്ട് ഈ ബന്ധം അച്ഛൻ മുന്നോട്ട് ഒരിക്കലും കൊണ്ടുപോകാൻ സാധ്യതയില്ല. അഥവാ അച്ഛൻ സമ്മതിച്ചാലും അവൾ സമ്മതിക്കില്ല. തന്നെയാണെങ്കിൽ വെറുമൊരു ആഭാസനായിട്ടാണ് അവൾ കണ്ടിരിക്കുന്നത്. അതെല്ലാം അവൾ തക്കം പോലെ അവളുടെ വീട്ടിൽ പറയും. അപ്പോൾ അവർ തന്നെ ഇത് വേണ്ടെന്ന് വെച്ചോളും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ താൻ വിഷമിക്കണ്ട. പിന്നെ എത്രയും പെട്ടെന്ന് ഒരു ജോലി കണ്ടുപിടിക്കണം. പാവം തൻ്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ. ഹലോ, അതെ അതെ, മകൻ്റെ പേര് വൈശാഖനെന്നാണ്. അച്ഛൻ കൃഷിക്കാരനാ. 3 സഹോദരിമാരുണ്ട്. അശോകൻ ആരോടോ ഫോൺ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ശ്യാമളയും തൊട്ടടുത്ത് നിൽപ്പുണ്ട്. ആണോ? ഓ, അത് തന്നെ. ശരി ശരി. കുഴപ്പക്കാരനല്ലല്ലോ? ഓക്കെ ഓക്കെ. അശോകൻ ഫോൺ വെച്ചു. നമ്മുടെ അയ്യരായിരുന്നു. പുള്ളിയുടെ സിസ്റ്റർ പഠിപ്പിച്ചതായി പയ്യനെ. ഒരു കുഴപ്പമില്ലെന്ന് അയ്യരുടെ സിസ്റ്റർ പറഞ്ഞത്. അശോകൻ ഫോൺ വെച്ചിട്ട് ഭാര്യയെ നോക്കി. ലക്ഷ്മി അപ്പോൾ അവിടേക്ക് ഇറങ്ങി വന്നു. അച്ഛനോട് ഉണ്ടായ കാര്യങ്ങളെല്ലാം തുറന്നു പറയാമെന്ന് അവൾ ഓർത്തു. തനിക്ക് ഒരു തരത്തിലും അയാളെ ഉൾക്കൊള്ളാൻ പറ്റില്ല. വെറുമൊരു ഫ്രോഡാണവൻ. പെട്ടെന്ന് അശോകൻ്റെ ഫോൺ ശബ്ദിച്ചു. ശാരദയാണല്ലോ. അയാളുടെ ഇളയ പെങ്ങളാണ് ശാരദ. ഇവിടെ അടുത്താണ് കെട്ടിച്ചയച്ചിരിക്കുന്നത്. ഹലോ, എന്താടി? അയാൾ ഫോണെടുത്ത് കാതിൽ വെച്ചു. ആണോ, ഞാൻ ഇപ്പോൾ വരാം. അയാൾ ഫോൺ കട്ട് ചെയ്തിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി. എന്താ, എന്തു പറ്റി? ശ്യാമളയും മകളും കൂടി അയാളുടെ അടുത്തേക്ക് ഓടി വന്നു. അളിയന് ചെറിയ നെഞ്ചുവേദന. ഞാൻ ഇപ്പോൾ വരാം. മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അയാൾ കാറിൽ കയറി കഴിഞ്ഞു. ലക്ഷ്മിയാണെങ്കിൽ താൻ പറയാൻ വന്ന കാര്യം അച്ഛനോട് അവതരിപ്പിക്കാൻ സാധിക്കാഞ്ഞതിൽ വിഷമിച്ചു നിന്നു. ഈശ്വര, കുഴപ്പമൊന്നും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്യാമള അടുക്കളയിലേക്ക് പോയി. ലക്ഷ്മി തിരികെ തൻ്റെ മുറിയിലേക്ക്. അച്ഛൻ കൂടി വന്നിട്ട് കാര്യങ്ങളെല്ലാം പറയാമെന്ന് ഓർത്തിരിക്കുവാണ് ലക്ഷ്മി. അച്ഛൻ തിടുക്കപ്പെട്ട് ഇങ്ങനെയൊക്കെ നീക്കങ്ങൾ നടത്തുമെന്ന് അവൾ വിചാരിച്ചില്ല. എന്തായാലും അയാളെ ഒരിക്കലും തനിക്ക് ഭർത്താവായി കാണാൻ കഴിയുകയില്ല. അവൾ ഉറപ്പിച്ചു. മോളെ ലക്ഷ്മി, മോളെ. അമ്മ അലറി വിളിക്കുന്ന കേട്ട് ലക്ഷ്മി താഴേക്ക് ഓടി. എന്താ അമ്മേ? അവൾ ചെന്ന് അമ്മയെ ചെന്ന് വട്ടം പിടിച്ചു. മോളെ, അച്ഛൻ ആക്സിഡൻ്റ് ഉണ്ടായി. നമുക്ക് ഉടനെ ഹോസ്പിറ്റലിൽ പോകാം. അവർ കുഴഞ്ഞു വീണു. അയ്യോ, എൻ്റെ അച്ഛൻ എന്തു പറ്റി? നമ്മൾ എന്ത് ചെയ്യുമേ? അവൾ ഉറക്കെ കരഞ്ഞു. അടുത്ത വീട്ടിലെ ആരൊക്കെയോ ചേർന്ന് ലക്ഷ്മിയും അമ്മയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഒന്നും പറയാനായിട്ടില്ല. സർജറി പുരോഗമിക്കുകയാണെന്ന് ഇടയ്ക്ക് ഇറങ്ങി വന്ന ഒരു സിസ്റ്റർ പറഞ്ഞു. ശ്യാമളയും മകളും നിർമ്മിഴികളോടെ ഇരിക്കുകയാണ്. ഈശ്വര, ഒന്നും വരുത്തരുതെന്ന് ശ്യാമള മനമുരുകി വിളിച്ചു പ്രാർത്ഥിച്ചു. ഗോപനോട് ആരോ പറഞ്ഞിട്ട് അവരും വിവരം അറിഞ്ഞിരുന്നു. വിജി വേഗം തന്നെ വീട്ടിൽ വിളിച്ച് കാര്യം പറഞ്ഞു. അത് കേട്ട് എല്ലാവർക്കും സങ്കടമായി. ഒന്നും വരുത്താതിരുന്നാൽ മതിയായിരുന്നെന്ന് സുമിത്രയും പറഞ്ഞു. നേരം പിന്നിട്ടുകൊണ്ടേയിരുന്നു. അശോകൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഡോക്ടർ വന്നിട്ട് അയാൾക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോഴായിരുന്നു ആ അമ്മയും മകളും സമാധാനിച്ചത്. ആൾ ഓക്കെ ആയ ശേഷം റൂമിലേക്ക് ഉച്ച കഴിഞ്ഞ് ഷിഫ്റ്റ് ചെയ്യാമെന്ന് അശോകനെ ചികിത്സിച്ച ഡോക്ടർ ഇടയ്ക്ക് വിളിച്ച് ശ്യാമളയോട് പറഞ്ഞു. അവൾ ആ ഡോക്ടറോട് ഒരുപാട് നന്ദി പറഞ്ഞ് കരഞ്ഞു. അങ്ങനെ 3-ാം ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ അയാളെ ശരിക്കും എല്ലാവരും ഒന്ന് കാണുന്നത്. ഇടത് കൈക്ക് ഒടിവുണ്ട്, തലയ്ക്കും മുറിവ് പറ്റിയിട്ടുണ്ട്. എന്തായാലും ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആവൂ. ഇതിനോടിടയ്ക്ക് ഒരു തവണ വൈശാഖനും അച്ഛനും കൂടി വിജിയുടെ നിർദ്ദേശപ്രകാരം ഹോസ്പിറ്റലിൽ വന്നിരുന്നു. ശ്യാമളയും മൂത്തമകളും മാത്രമേ അപ്പോൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വെച്ച് ദീപയെ അവർക്ക് ശ്യാമള പരിചയപ്പെടുത്തി കൊടുത്തു. റൂമിലേക്ക് മാറ്റിയ അടുത്ത ദിവസം അശോകൻ ഭാര്യയോടൊരാഗ്രഹം പറഞ്ഞു. തനിക്ക് 2 പെൺമക്കളെയും ഉടനെ കാണണമെന്ന്.
മൂത്ത മകളുടെ ഭർത്താവായ രാജീവനെയും കൂട്ടി വേഗം വരികയെന്ന് ശ്യാമള അവളോട് വിളിച്ചു പറഞ്ഞു. അതുപോലെ തന്നെ ലക്ഷ്മിയും. അശോകേട്ട, അവർ രണ്ടാളും വരും കേട്ടോ, ശ്യാമള പറഞ്ഞു. നീ ആ വിജയെ ഒന്ന് വിളിക്ക്. അശോകൻ ഭാര്യയെ നോക്കി. എന്താ? ഒന്നുമില്ല, നീ വിളിച്ചതാ, അയാൾ അവളോട് പറഞ്ഞു. ഹലോ വിജി, തിരക്കില്ലെങ്കിൽ വൈശാഖനോടും അയാളുടെ അച്ഛനോടും കൂടി ഹോസ്പിറ്റലിൽ ഒന്ന് വരാൻ പറയോ? അയാൾ ചോദിക്കുന്ന കേട്ട് ഒന്നും മനസ്സിലാവാണ്ട് നിൽക്കുവാണ് ശ്യാമള. വിജിക്ക് സമയമുണ്ടെങ്കിൽ അവരോടൊപ്പം ഒന്ന് ഇറങ്ങു കേട്ടോ. അയാൾ അതും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. എന്താ ഇപ്പം ഇങ്ങനൊരു ആലോചന? ശ്യാമള ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും ഫോൺ മേടിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മക്കൾക്കാരും ഇല്ലാതാകും. നിനക്കെന്തെങ്കിലും എതിർപ്പുണ്ടോ ഈ ബന്ധത്തിന്? ഭാര്യയോട് അയാൾ ആരാഞ്ഞു. എനിക്ക് എതിർപ്പൊന്നും ഇല്ല അശോകേട്ട, സന്തോഷമുള്ളൂ. അശോകേട്ടനൊന്നും സംഭവിക്കില്ല. എന്തിനാ ഇപ്പം ആവശ്യമില്ലാത്ത ചിന്തകൾ? അവർ വിഷമത്തോടെ ചോദിച്ചു. ഒന്നുമില്ല, മരണത്തെ മുഖാമുഖം കണ്ടതുകൊണ്ടാ, അയാൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ആദ്യമെത്തിയത് ദീപയും ഭർത്താവുമായിരുന്നു. അവരോട് കാര്യങ്ങളൊക്കെ അശോകൻ പറഞ്ഞു. ജാതകദോഷമുള്ളതുകൊണ്ട് നമുക്കിത് ഉറപ്പിക്കാം അച്ഛാ. അല്ലായിരുന്നെങ്കിൽ ഇതിലും നല്ല ബന്ധം ലക്ഷ്മിക്ക് ഉറപ്പായും കിട്ടുമായിരുന്നു. രാജീവൻ അഭിപ്രായപ്പെട്ടു. ചിങ്ങത്തിന് മുമ്പ് കല്യാണം നടത്തണം. ഇനി ഇതുപോലെ യോജിച്ച ഒരു പയ്യൻ്റെ ആലോചന വന്നില്ലെങ്കിലോ മോനെ? ശ്യാമള രാജീവനോടായി പറഞ്ഞു. ലക്ഷ്മിക്ക് സമ്മതമാണല്ലോ അല്ലേ? അവൾ എതിർപ്പൊന്നും പറഞ്ഞില്ല. എൻ്റെ 2 പെൺകുട്ടികളും ഇതുവരെ എന്നോട് എതിർപ്പ് പറഞ്ഞിട്ടില്ല. അശോകൻ ഒന്ന് കിടക്കയിൽ നിന്ന് ചെരിഞ്ഞുകൊണ്ട് പറഞ്ഞു. വിജി വിളിച്ചു പറഞ്ഞതുകൊണ്ട് ശേഖരനും വൈശാഖനും കൂടി ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. അവർ വന്നിറങ്ങിയതും വിജിയും വന്നു. നിങ്ങളെന്നാ കയറിച്ചെല്ല്, ഞാൻ ബൈക്ക് കൊണ്ടുപോയി വെച്ചിട്ട് വരാം. വൈശാഖൻ 2 വീലർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് ബൈക്ക് ഓടിച്ചു പോയി. അവൻ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് തലമുടി കണ്ണാടിയിലൊന്ന് നോക്കി ചെയ്യി. നോക്കിയപ്പോൾ കണ്ണാടി കൂടി ഒരു പെൺകുട്ടി അവനെ നോക്കുന്നു. അത് ലക്ഷ്മിയായിരുന്നു. അവൻ പെട്ടെന്ന് തിരിഞ്ഞു. രണ്ടാളുടെയും കണ്ണുകൾ ഒരു നിമിഷം പരസ്പരം ഒന്ന് കോർത്തു വലിച്ചു. അച്ഛൻ എങ്ങനെയുണ്ട്? അവൻ ചോദിച്ചു. കുറവുണ്ട്. ഇയാൾ അച്ഛനെ കാണാൻ വന്നാണോ? ഓ, അവൻ മറുപടിയും കൊടുത്തു. അച്ഛൻ്റെ സുഖവിവരങ്ങൾ തിരക്കി വന്നതുകൊണ്ട് എന്നെ കയ്യിലെടുക്കാമെന്നൊന്നും കരുതണ്ട കേട്ടോ. എനിക്ക് ഇയാളെ ഇഷ്ടമില്ല. ഈ വിവാഹത്തിന് എനിക്ക് സമ്മതവുമല്ല. അതും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി മുമ്പിലേക്ക് നടന്നുപോയി. എടി, തെല്ല അധികാരത്തോടു കൂടി തന്നെ വൈശാഖ് അവളെ വിളിച്ചു. അവൾ തിരിഞ്ഞു നിന്നു. ഈ ലോകത്തിൽ നീ മാത്രമല്ല പെണ്ണായിട്ടുള്ളത്. അല്ലെങ്കിലും എനിക്ക് നിന്നെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എൻ്റെ കൂടെ വരാനുള്ള യോഗ്യതയൊന്നും നിനക്കില്ലടി. ഇതൊരുമാതിരി വെള്ളരിക്കണ്ടത്തിലെ കണ്ണീർ പോലെയല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് നീ വലിയ വർത്താനമൊന്നും പറയണ്ട. എൻ്റെ പെങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. വൈശാഖൻ വിട്ടുകൊടുക്കാനുള്ള ഭാവത്തിലല്ലായിരുന്നു. വിജി നോക്കിയപ്പോൾ വൈശാഖനും ലക്ഷ്മിയും കൂടി നടന്നു വരുന്നു. അച്ഛ, ഇതാണ് പെൺകുട്ടി, വിജി ചിരിച്ചുകൊണ്ട് അച്ഛനോട് പറഞ്ഞു. ഒറ്റ നോട്ടത്തിൽ തന്നെ ശേഖരൻ്റെ കുട്ടിയെ ബോധിച്ചു. രണ്ടാളും തമ്മിൽ നല്ല ചേർച്ചയാണല്ലോ, അയാൾ മകളോട് ചോദിച്ചു. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പം മനസ്സിലായോ? അവൾ അച്ഛനെ നോക്കി. ലക്ഷ്മി കാലത്തെ വന്നൂലേ? വിജി അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു. അവൾ തലകുലുക്കി. ഇത് ഞങ്ങളുടെ അച്ഛൻ. അവൾ അച്ഛനെ പരിചയപ്പെടുത്തി. ലക്ഷ്മി ശേഖരനെ നോക്കി പുഞ്ചിരിച്ചു. വരൂ, നമുക്കകത്തേക്ക് പോകാം, ലക്ഷ്മി അവരോട് പറഞ്ഞു. റൂമിലെത്തിയപ്പോൾ ദീപയും ഭർത്താവുമുണ്ട്. അശോകൻ തൻ്റെ മൂത്ത മരുമകനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. മുഖവുരയില്ലാതെ കാര്യത്തിലേക്ക് കടക്കാം. അശോകൻ കട്ടിലിൽ ചാരിയിരുന്നു കൊണ്ട് എല്ലാവരെയും നോക്കി. എൻ്റെ മക്കൾക്കും ഞങ്ങൾക്കും വൈശാഖനെ ഇഷ്ടപ്പെട്ടു. ഈ വിവാഹത്തിന് ഞങ്ങൾക്ക് സമ്മതമാണെന്ന് വിജിയോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്നു. അശോകൻ വൈശാഖനെ നോക്കി. ഇനി അറിയേണ്ടത് നിങ്ങളുടെ ഭാഗത്തെ നിലപാടാണ്. വൈശാഖൻ്റെ അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? അശോകൻ ചോദിച്ചു. അപ്രതീക്ഷിതമായുള്ള ചോദ്യമായതുകൊണ്ട് ശേഖരൻ എന്തു പറയണമെന്നറിയില്ലായിരുന്നു. ശേഖരൻ വിജയൊന്ന് നോക്കി. അവൾ സമ്മതമാണെന്ന് പറയാൻ തലകുലുക്കി കാണിച്ചു. എനിക്ക് എതിർപ്പൊന്നുമില്ല, പക്ഷേ എൻ്റെ മോന് സ്വന്തമായിട്ടൊരു ജോലിയില്ല. അയാളുള്ള കാര്യം പറഞ്ഞു. അതോർത്ത് വിഷമിക്കണ്ട. എനിക്ക് ടൗണിലൊരു ടെക്സ്റ്റൈൽ ഷോപ്പുണ്ട്. ഇനി ഉടനെ എനിക്കത് നോക്കി നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് ഞാനത് വൈശാഖനെ ഏൽപ്പിക്കുവാണ്. അയാൾ അത് പറഞ്ഞതും രാജീവിൻ്റെ മുഖം മാറുന്നത് വൈശാഖ് ശ്രദ്ധിച്ചു. ഏയ്, അതൊന്നും വേണ്ട. ഞാൻ കുറച്ച് ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഏതെങ്കിലും ലിസ്റ്റ് ഞാൻ വരും, വൈശാഖൻ പെട്ടെന്ന് പറഞ്ഞു. ഓക്കെ,
അങ്ങനെയെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ ഇഷ്ടം. അശോകൻ ചിരിച്ചു. അച്ഛന് സമ്മതക്കുറവുണ്ടോ? ശേഖരനെ നോക്കിക്കൊണ്ട് അശോകന്റെ ചോദ്യം. ഈ അപകടം ഉണ്ടായിക്കഴിഞ്ഞ് മനസ്സിനാകെ ഒരു പേടി. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുട്ടി. അയാളുടെ വാക്കുകൾ മുറിഞ്ഞു, കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞങ്ങൾക്കൊരു സമ്മതക്കുറവുമില്ല. ലക്ഷ്മിയെ എൻ്റെ മരുമകളായിട്ടല്ല, മകളായിട്ട് ഞങ്ങൾ നോക്കിക്കോളാം. ശേഖരൻ കൂടുതലൊന്നും ആലോചിക്കാതെ വാക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അശോകൻ പതിയെ വൈശാഖിൻ്റെ വലങ്കയിൽ പിടിച്ചു. മോളെ ലക്ഷ്മി, അയാൾ വിളിച്ചു. എന്താണ് നടക്കുന്നതെന്നറിയാതെ നിൽക്കുകയാണവൾ. യാന്ത്രികമായി അവൾ അച്ഛൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. അച്ഛനോട് എതിർത്ത് സംസാരിക്കാൻ അവൾക്ക് മനസ്സ് വന്നില്ല. മകളുടെ കൈയും വൈശാഖിൻ്റെ കൈയും അയാൾ കൂട്ടിച്ചേർത്തു. എനിക്കിനി മരിച്ചാലും വേണ്ടില്ല, അയാൾ പറഞ്ഞു. കുറച്ച് സമയം കൂടി സംസാരിച്ചിരുന്നിട്ട് വിജിയും അച്ഛനും കൂടി എഴുന്നേറ്റു. നമുക്കിനി മടങ്ങാല്ലേ? ശേഖരൻ മകളോട് ചോദിച്ചു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. വൈശാഖനൊന്ന് പാളി നോക്കിയപ്പോൾ ലക്ഷ്മി എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുകയാണ്. അവൻ ആരും കാണാതെ ഒന്ന് ഊറിച്ചിരിച്ചു. മടങ്ങാൻ നേരം വൈശാഖി ലക്ഷ്മിയെ നോക്കി ചിരിച്ചു. പന്തിപ്പോൾ എൻ്റെ കോർട്ടിലാണ്, അവൻ പെറുപെറുത്തു. എൻ്റെ ദൈവമേ, ഇതെന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? സുമിത്രയ്ക്കും മക്കൾക്കും സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. ഇനി 2 മാസം കഷ്ടിയുള്ള വിവാഹത്തിന്. അനുജത്തിമാർ 2 പേരും കൂടി വല്യേട്ടനെ വളഞ്ഞു. എന്ത് ഡ്രസ്സാണ് ഇടേണ്ടത്, അതാണ് അവരുടെ ചിന്ത. എന്തായാലും കുഴപ്പമില്ല, അച്ഛനോട് പറഞ്ഞാൽ മതി, എന്നായി വൈശാഖൻ. ഏട്ടനിപ്പോൾ തുണിക്കട സ്വന്തമായിട്ടില്ലേ? പിന്നെന്താ? വീണ് ചോദിച്ചു. ഇരുന്നിട്ട് കാല് നീട്ടാന്ന് അവൻ മറുപടി നൽകി. എന്നാലും അച്ഛൻ്റെ മനസ്സ് മാറണമെങ്കിൽ ആ പെൺകുട്ടി എത്ര സുന്ദരിയായിരിക്കുമെന്നാണ് ഉണ്ണിമോളുടെ ആലോചന. മഴ വരുന്നു, വേഗം പൂവാലിക്ക് ഇത്തിരി വൈക്കോലിട്ട് കൊടുക്കടി, സുമിത്ര വിളിച്ചു പറഞ്ഞപ്പോൾ ഉണ്ണിമോൾ തൊഴുത്തിലേക്ക് ഓടി. ബിജിയുടെ സ്വർണം കൂടി മേടിക്കാതെ പറ്റില്ല. അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ശേഖരൻ അഭിപ്രായപ്പെട്ടു. ഉറക്കം വരാതെ കിടക്കുവാണ് വൈശാഖൻ. ലക്ഷ്മിയുടെ കൈകളിൽ തൻ്റെ കൈ ചേർത്ത് വെച്ചതാണ് അവൻ്റെ മനസ്സ് നിറയെ. ഒരു പൂവ് പോലെ മൃദുലമാണ് അവളുടെ കൈകളെന്ന് അവൻ ഓർത്തു. സോ സ്വീറ്റ് മൈ ഡിയർ, അവൻ ചിരിച്ചു. എന്തായാലും അവൾക്കിനി മറുത്തൊരു അഭിപ്രായം പറയാൻ സാധിക്കില്ലെന്ന് അവനറിയായിരുന്നു. കാരണം അവളുടെ അച്ഛൻ്റെ സ്റ്റേജ് അതാണിപ്പോൾ. അവൻ കട്ടിലിൽ ചെരിഞ്ഞു കിടന്നു. 2 മാസം കൂടി കഴിഞ്ഞാൽ തൻ്റെ അരികെ ലക്ഷ്മി കാണുമെന്ന് അവനോർത്തു. ഈ സമയത്ത് ലക്ഷ്മിയുടെ മാനസികാവസ്ഥ വേറൊരു തരത്തിലായിരുന്നു. അച്ഛനോട് ഇതുവരെ എതിർപ്പ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവൾക്കിന്നും ഒരു കാര്യം പോലും അച്ഛനോട് പറയാൻ സാധിക്കാത്തത്. ഇനി എന്ത് ചെയ്യുമെന്ന് അവൾ ഓർത്തു. അച്ഛനെ വിഷമിപ്പിക്കാൻ പറ്റില്ല. അച്ഛൻ വാക്ക് കൊടുത്ത സ്ഥിതിക്ക് ഇനി മാറ്റിപ്പറഞ്ഞാൽ അച്ഛൻ്റെ അന്തസ്സിനത് ദോഷമാകും. അവൾക്ക് തല പെരുത്തു. വിജി ചേച്ചിയും അയാളുടെ അച്ഛനും വളരെ നല്ല മനുഷ്യരാണെന്ന് അവൾക്ക് തോന്നി. അച്ഛൻ്റെ സംസാരവും രീതിയും അവൾക്ക് ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്തു. സ്വന്തമായി ഒരു ജോലി പോലും ഇല്ലാത്ത അവൻ്റെ കൂടിയാണ് തന്നെ പറഞ്ഞയക്കുന്നത്. എന്ത് ചെയ്യാനാണ്, എല്ലാം തൻ്റെ വിധി. അവൾ അങ്ങനെ ആശ്വസിച്ചു. എൻ്റെ പൊന്നളിയ, ഇതെന്തൊക്കെയാ സംഭവിച്ചത്? നിനക്ക് ഓണം മെമ്പറാണല്ലോ അടിച്ചത്. അനൂപ് കൂട്ടുകാരനെ കളിയാക്കി. എല്ലാ കാര്യങ്ങളും പറഞ്ഞെങ്കിലും അവളാണ് തന്നെ അടിച്ചതെന്ന കാര്യം മാത്രം വൈശാഖൻ കൂട്ടുകാരിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചു. വിഷ്ണു കൊണ്ടുവന്നു കൊടുത്ത മധുരക്കള്ളും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് 3 പേരും. ഇനി 2 മാസം കൂടി നിനക്ക് കള്ളു കുടിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ഭാര്യയുടെ കീഴിലാണല്ലോ. വിഷ്ണു കളിയാക്കി. ഒന്നും മിണ്ടാതെ പോടാ നീ. ഭാര്യയുടെ കീഴിൽ കിടക്കണമെങ്കിൽ ഈ വൈശാഖൻ വേറെ ഒന്നുകൂടി ജനിക്കണം. അവൻ വിഷ്ണുവിനെ പിടിച്ച് തോട്ടിലേക്ക് തള്ളി വീഴ്ത്താൻ തുടങ്ങി. 2-3 തവണ കൂടി വൈശാഖൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു. ഒരു ദിവസം അവൻ ചെന്നപ്പോൾ ലക്ഷ്മിയും അവിടെയുണ്ട്. മഴയായതുകൊണ്ട് അവൾ പോകാതെ നിൽക്കുമായിരുന്നു. വൈശാഖനെ കണ്ടതും അശോകനും ശ്യാമളയും സന്തോഷമായി. അശോകനും മൂത്ത മരുമകനെക്കാട്ടിലും ഇഷ്ടം വൈശാഖനോടായിരുന്നു. കാരണം അവനിങ്ങനെ ഓരോ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അശോകന് സമയം പോകുന്നതറിയില്ല. അതുകൊണ്ട് അയാൾ എന്നും വൈശാഖനോട് ഫോണിൽ വിളിച്ച് കുറേ നേരം സംസാരിക്കും. രാജീവനാണെങ്കിൽ വൈശാഖിൻ്റെ നേരെ എതിർ സ്വഭാവം. ഞാൻ വിജിയുടെ വീട് വരെ പോവാണേ. ലക്ഷ്മി പോകാനായി എഴുന്നേറ്റതും വൈശാഖൻ പറഞ്ഞു. ആണോ? എങ്കിൽ മോള് വൈശാഖിൻ്റെ കൂടെ ബൈക്കിൽ പൊക്കോ. പക്ഷെ അവളതിന് സമ്മതിച്ചില്ല. വേണ്ടച്ചാ, ഞാൻ ബസ്സിൽ പോയിക്കോളാം. വൈശാഖനുള്ളപ്പോൾ നീ ബസ്സിൽ പോവണ്ട.
ചേച്ചിയുടെ വീട്ടിലേക്കല്ലേ വൈശാഖം പോകുന്നത്? നിന്നെ അവിടെ അയാൾ ഡ്രോപ്പ് ചെയ്യും. അശോകൻ പറഞ്ഞപ്പോൾ ശ്യാമളയും അത് ശരിയാണെന്ന് പറഞ്ഞു. ഒടുവിൽ അവർ രണ്ടാളും കൂടി എണീറ്റു. ലക്ഷ്മി അവൻ്റെ ദേഹത്ത് മുട്ടാതെ ബൈക്കിലിരുന്നു. അവൻ വണ്ടി മുന്നോട്ടെടുത്ത് പോയി. ഇടയ്ക്ക് 1-2 തവണ അവൻ അറിഞ്ഞുകൊണ്ട് ബ്രേക്ക് ചവിട്ടി. താൻ വലിയ അഹങ്കാരം കാണിച്ചാലുണ്ടല്ലോ, ഞാൻ ഈ ബൈക്കിൽ നിന്ന് എടുത്ത് ചാടും കേട്ടോ, അവൾ ഭീഷണിപ്പെടുത്തി. അയ്യോ, ചതിക്കല്ലേ പെങ്ങളെ. സോറി പെണ്ണുപിള്ളേ. അവൻ ചിരിച്ചു. തനിക്ക് ഐസ്ക്രീം, ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും വേണോ? ഇടയ്ക്കവൻ ചോദിച്ചു. വേണ്ട, അവൾ ദേഷ്യത്തിൽ മറുപടി നൽകി. 1-2 മഴത്തുള്ളികൾ അവരുടെ മുഖത്തേക്ക് വീണു. എടോ, മഴ പെയ്യുമെന്ന് തോന്നുന്നു, വൈശാഖൻ പറഞ്ഞു. എവിടെയെങ്കിലും കയറി നിൽക്കണോ? താൻ വേഗം വണ്ടി വിടാൻ നോക്ക്. അല്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എൻ്റെ പെണ്ണിൻ്റെ കൂടെ മഴ നനഞ്ഞ് വണ്ടിയോടിച്ച് പോകുന്നതൊക്കെ ഞാനിടയ്ക്ക് സ്വപ്നം കാണാറുണ്ട്. ആ, താൻ എന്തെങ്കിലും കാണൂ. എനിക്കിപ്പോൾ തന്നോട് കിന്നിരിക്കാൻ സമയമില്ല. ഓ, എൻ്റെ ലക്ഷ്മിക്കുട്ടി, നീ ഇങ്ങനെ വയലൻ്റ് ആവാതെ. ചേട്ടൻ എത്ര സോഫ്റ്റായിട്ടാണ് നിന്നോട് പെരുമാറുന്നത്. നിങ്ങളോട് സംസാരിക്കാൻ ഞാനില്ല. എന്നെ വേഗം വീട്ടിലെത്തിക്ക്. അവൾ അതും പറഞ്ഞ് ധൃതി കാട്ടി. ഒരു തരത്തിൽ ലക്ഷ്മിയുടെ വീടെത്തി. അപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങി. അവൾ വേഗം പോയി വീടിൻ്റെ വാതിൽ തുറന്നു. വൈശാഖനാണെങ്കിൽ അപ്പോൾ പുറത്തേക്ക് പോവാനും പറ്റില്ല. വേനൽ മഴയാണ്, ശക്തമായ ഇടിയും. അവളാണെങ്കിൽ ഒന്ന് കയറി നിൽക്കാൻ പോലും പറയുന്നുമില്ല. ഇടിയാണെങ്കിൽ വീണ്ടും വീണ്ടും മുഴങ്ങി. അതെ, ഇങ്ങോട്ട് കയറി നിന്നോളൂ, ഇടയ്ക്ക് അവൾ വന്നു പറഞ്ഞു. അവൻ അകത്തെ സ്വീകരണ മുറിയിൽ കയറി. പുറത്ത് നല്ല മഴയും. ലക്ഷ്മിയാണെങ്കിൽ അവനോട് ഒരക്ഷരം പോലും സംസാരിക്കുന്നില്ല. വൈശാഖന് ആകെ അസ്വസ്ഥതയായി. ഒരു കാപ്പിയെങ്കിലും താടൂ, അവനൊടുവിൽ അവളോട് പറഞ്ഞു. ഒന്നും പറയാതെ അവൾ അടുക്കളയിലേക്ക് പോയി. ആ തക്കത്തിനവൻ അവളുടെ ഫോൺ എടുത്ത് തൻ്റെ ഫോണിലേക്ക് ഒരു മിസ് കോൾ അടുപ്പിച്ചു. എന്നിട്ട് അവൻ്റെ നമ്പർ അവളുടെ ഫോണിൽ നിന്നും ഡിലീറ്റ് ആക്കി കളഞ്ഞു. കാപ്പി എടുത്തുകൊണ്ടിരുന്നപ്പോൾ മുറ്റത്ത് ബൈക്ക് സ്റ്റാർട്ടാവുന്ന ശബ്ദം ലക്ഷ്മി കേട്ടു. അവൾ സ്വീകരണ മുറിയിലേക്ക് വന്നപ്പോൾ വൈശാഖൻ ബൈക്ക് ഓടിച്ചു പോകുന്നതാണ് കണ്ടത്. തുടരും.